നരേന്ദ്രമോദിയെ പറ്റിയുള്ള പഴയ പഠനങ്ങളിൽ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പഠനങ്ങളിൽ ഏറ്റവും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ് ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഒരു കാര്യം. മാധ്യമങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ എനിമോസിറ്റി ഇതാണ്, ശത്രുതയാണ്. അത് നമ്മൾ BBC-യുടെ ഒരു മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഇത്രയും നാൾ ഇതിൽ നിന്ന് പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിച്ച കാര്യം നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചു എന്നവരോട് പറയുന്നുണ്ട്. അപ്പോൾ അത് ഗുജറാത്ത് കാലഘട്ടം തൊട്ടുള്ളതാണ്. അത് മാധ്യമങ്ങളോട് ഒരു തരത്തിലുള്ള പുച്ഛവും അത് അദ്ദേഹത്തിന് നേരത്തെ തന്നെയുണ്ട്. അങ്ങനെ ഒരാളാണ് എന്തായി വരുന്നത്, പ്രധാനമന്ത്രിയായി വരുന്നത്. അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ പുച്ഛിച്ച് മാറ്റുമല്ല, ഇത് മാധ്യമങ്ങളെ വിധേയരാക്കി മാറ്റി. ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യ പട്ടികയിൽ റാങ്കിങ്ങിൽ ഇന്ത്യ 157 സ്ഥാനത്താണ്. യുദ്ധം നടക്കുന്ന ഫലസ്തീനേക്കാൾ താഴെയാണ് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം. അപ്പോൾ അത് കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഇന്ത്യയിൽ ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു ചേർക്കുകയോ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാറില്ല. പകരം അദ്ദേഹം സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂകൾ നൽകാറുണ്ട്. തിരഞ്ഞെടുപ്പോടനുബന്ധിച്ച് അതിൽ ആളുകൾ ചോദിക്കും, മാങ്ങ എങ്ങനെയാണ് കഴിക്കുന്നത്, മാങ്ങ ചെത്തിയാണോ കഴിക്കുന്നത്, അല്ല കടിച്ചാണോ തിന്നുന്നത്, അങ്ങ് ഉറങ്ങാറില്ലേ, എങ്ങനെയാണ് ക്ഷീണിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്, എന്ത് ടോണിക്കാണ് കഴിക്കുന്നത്, അങ്ങയുടെ പേഴ്സിൽ അങ്ങയുടെ പോക്കറ്റിലൊരു പേഴ്സുണ്ടോ, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ വൈറലാണ്, ഇപ്പോൾ പഴയ ചോദ്യങ്ങളൊക്കെ. മറ്റൊന്ന്, ഒരു ടെലിപ്രോംപ്റ്ററിന് സഹായമില്ലാതെ പ്രസംഗിക്കാൻ പോലും കഴിയാത്ത ആളാണ് അദ്ദേഹം എന്നും തെളിയിക്കപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഈ കോവിഡ് സമയത്ത് ഒരു ഓൺലൈൻ മീറ്റിങ്ങിനിടയിൽ മറ്റൊരു വിദേശ പ്രതിനിധിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓൺലൈൻ മീറ്റിംഗാണ്, ടെലിപ്രോംപ്റ്റർ ഓഫായിപ്പോയി. അപ്പോൾ സാബ് ആപ് ടീക് സെ സുനാ നഹി ദേ രഹേ എന്ന് ഹിന്ദിയിൽ അദ്ദേഹത്തിന് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് ഹിന്ദി അറിയില്ല. അതായത് പ്രോംപ്റ്റർ ഓഫായിപ്പോയി, പിന്നെ ഒന്നും ചെയ്യാനില്ല, ആകെ വെള്ളം വയ്ക്കുന്നു. ടെലിപ്രോംപ്റ്ററിൽ അച്ചടിച്ചു വരുന്ന സാധനങ്ങൾ പോലും വായിക്കാൻ പറ്റാത്ത ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിരുന്ന സിരിസേനയെ MR സിരിസേന എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ MR സിരിസേന എന്നും അദ്ദേഹം പ്രസംഗത്തിൽ വിളിച്ചതാണ്. അത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്നതുപോലും വായിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്.